يعلم سرنا وجهرنا وهو السميع البصير. وأشهد أن لا إله إلا الله وحده لا شريك له إنه على كل شيء قدير. وأشهد أن محمدا عبده ورسوله الهادي والبشير والسراج المنير صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عباد الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. വിശ്വാസികളെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅതും. സഹോദരന്മാരെ, ഒരു രാജ്യത്ത് യുദ്ധങ്ങളും ഭൂമി പ്രകമ്പനം കൊള്ളൽ, സമാനമായ പ്രകൃതി ദുരന്തങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ ഒരു രാജ്യത്തിങ്ങനെ തുടരെ തുടരെ വരുമ്പോൾ ആ രാജ്യക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അനീതി ചെയ്യുകയാണോ? റബ്ബിന് നമ്മുടെ ഇഷ്ടമില്ലേ? റബ്ബ് നീതിമാനായ ഒരു ന്യായാധിപനല്ലേ? എന്ത് വിധിയാണിത് എന്ന് ആ രാജ്യക്കാർക്ക് തോന്നും. ഇതൊരു കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നാലിങ്ങനെ ഒരു കുടുംബം വളരെ പ്രയാസത്തിലും പ്രാരാബ്ധത്തിലും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അടുത്ത കുടുംബത്തെ കാണുമ്പോൾ അവർ നല്ല നിലയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്താ പടച്ചോ എന്നും ദുനിയാവിൽ ഇന്നെങ്ങനെ ആക്കിയത് എന്നൊരു തോന്നൽ മനുഷ്യ മനസ്സുകളിൽ വരും. ആ വ്യക്തികളായാലും അങ്ങനെ തന്നെ. ഒരു വ്യക്തി എന്നേക്കാൾ പ്രഗത്ഭനായ മറ്റാളുകൾ എന്താ പടച്ചോപ്പൻ ഇന്നെങ്ങനെ ആക്കിയത്, ഓൻ അത്രയൊക്കെ കൊടുത്തത് എന്നിങ്ങനെ തോന്നും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. സഹോദരന്മാരെ, ഈ ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നതിൽ നിന്ന് ആ സർക്കിളിൽ നിന്ന് അവനെ അകറ്റി നിർത്തും. ഓൻ വിശ്വാസിയല്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങളിലും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലാവട്ടെ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലാവട്ടെ, അഫ്ആലുകളിലാവട്ടെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിലാവട്ടെ, അള്ളാഹുവിൻ്റെ അവാമിറും നവാഹിം, ഏത് കാര്യം എടുത്താലും അള്ളാഹു നീതിമാനാണ് എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. പിന്നെ എന്താ ഇങ്ങനെ ഒരു ടെക്നിക്ക് അതിന്റെ പിന്നിൽ വെച്ചത്? അള്ളാഹ് തന്നെ അതിന് മറുപടി പറയാൻ. അള്ളാഹ് മറുപടി പറയണ നോക്കുങ്ങള്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ പിന്നെ വളരെ വിമിഷ്ടമായി വെറുപ്പോടെ കാണുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് നന്മയാകും. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് ഭാവിയിൽ നിങ്ങൾക്ക് തിന്മയാകും. ആർക്കേ ഇത് അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയൂല. ഓക്കെ, നിങ്ങൾ ഈ ആയത്ത് ഇസ്ലാമിലെ മഹത്തായ ഒരു തത്വം, ഒരു ഖായിദ പഠിപ്പിക്കുന്ന ആയത്താണ്. എന്താ ഖായിദ? ശക്തമായ കൊടുങ്കാറ്റും അതേപോലെ തന്നെ ഇടിമിന്നലും മിന്നലുകളുമൊക്കെ അതൊക്കെ വന്നിട്ടാണ് ചിലപ്പോൾ നല്ല ആ കാരുണ്യമാകുന്ന മഴ നമുക്ക് ലഭിക്കണം. ആദ്യം ഒരു വാണിംഗ് ഉണ്ടാവും അല്ലേ? കൊടുങ്കാറ്റ്, ഇടിമിന്നൽ. ഈ ഇടിമിന്നൽ അപ്പൊ ഇടിമിന്നൽ മനുഷ്യന് ഇഷ്ടമില്ല. കാരണം ഒരു പേടിയാ, ഒരു വെറുപ്പുള്ള കാര്യമാണ്. ആ വെറുപ്പുള്ള കാര്യത്തിലൂടെയാണ് എന്ത് വരുന്നത്? മഴ എന്ന അനുഗ്രഹം അവൻ അല്ലാഹു തആല കൊടുക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങളിൽ പ്രയാസം, ദുരിതങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിച്ച്, എത്രയോ പീഡനങ്ങൾ അനുഭവിച്ച്
ആ മക്ക ജീവിത കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്നൊരാശ്വാസമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് ആ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്ന രംഗമുണ്ടല്ലോ. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിന എന്നവിടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ആ ഇസ്രാ മിറാജിന്റെ രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ. എന്തിനാ പഠിച്ചോൻ എങ്ങനെ എനിക്ക് ഇങ്ങനെ വിധിക്കണേ? അല്ല, നിനക്കും ആ സ്വർഗീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ വരാനുണ്ട്. ആ അനുഗ്രഹങ്ങളാണ് ഇസ്രാ മിറാജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇതാണ് അതിലുള്ള ടെക്നിക്ക്. പിന്നെ ഫിർഔൻ, മൂസാ നബിയുടെ കാലഘട്ടത്ത് ഫിർഔൻ ഇറക്കിയ കരാറ് നിങ്ങൾക്കറിയാലോ. ബനു ഇസ്രായേൽക്കാരിൽ പിന്നെ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല ചെയ്യണം, ഇതാണ് കരാർ. ആ സമയത്താണ് മഹാനായ മൂസാ നബി ജനിക്കുന്നത് അല്ലേ? ആ മൂസാ നബി ജനിച്ച ഉടനെ തന്നെ ആ ഉമ്മക്കുണ്ടാണ് പ്രയാസം. നോക്കി, ആൺകുട്ടിയാ ജനിച്ചത്. ഉടനെ അള്ളാഹു ഇൽഹാം നൽകുകയാണ്. ആർക്ക്? മൂസാ നബിയുടെ മാതാവിന് ആ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കണം, ഇടണം. ഏതെങ്കിലും ഒരു ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ ആ പിന്നെ നദിയിലെറിയാൻ, അതും ആ ശിശുവിനെ അല്ലെ, മുലക്കുടി പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി നദിയിലേക്ക് എറിയാൻ തന്നെ ആർക്കെങ്കിലും സഹിക്കോ? ഭയങ്കര ബിംബിഷ്ടാണ്, ഭയങ്കര പ്രയാസം. ഈ പ്രയാസം താൽക്കാലികമാണ് സഹോദരന്മാരെ. ആ പ്രയാസം ആ ഉമ്മ അനുഭവിച്ചത് മൂലമാണ് ഒരു രാജ്യത്തെ തന്നെ അള്ളാഹു അവർക്ക് സമാധാനം, ശാന്തി നൽകിയത്. ആലോചിച്ചു, ഒരു അക്രമിയായ ജനവിഭാഗത്തെ അള്ളാഹു കൊന്നടുക്കിയത്, നശിപ്പിച്ചത് ആ ഒരു കാര്യത്തിലൂടെയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഉമ്മ അനുഭവിച്ച ഒരു കാരണം, ഒരു പ്രയാസം കാരണം ഒരു രാജ്യം രക്ഷപ്പെടുകയാണ്, ഒരു ജനത രക്ഷപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാണ് അള്ളാഹു. നമുക്കറിയില്ല അല്ലേ? ചില പഴങ്ങൾ കണ്ടില്ല നിങ്ങൾ? ആ പഴങ്ങളുടെ മുകളിൽ ഇങ്ങനെ മുള്ളും നമുക്ക് വെറുപ്പുണ്ടാണ്, അത് പൊടികളും അഴുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ആ തൊലി അങ്ങോട്ട് കളഞ്ഞാലോ വെളുത്ത സ്വാദിഷ്ടമായ മാംസമാണ് നാം ഭക്ഷിക്കുന്നത്. ഇതേപോലെയാണ്, കാണാൻ നമുക്ക് എന്തുണ്ടാവും? പ്രയാസം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് മഹാനുഗ്രഹമാണ്. ഇതാണ് ദുനിയാവ് സഹോദരന്മാരെ, ഇതാണ് ദുനിയാവ്. പ്രയാസങ്ങളുടെയും മുള്ളുക്കെട്ടുകളുടെയും കുപ്പിച്ചില്ലുകളുടെയും നിറഞ്ഞതാണ് ഈ ദുനിയാവ്. കലക്കുകളാണ് ഈ ദുനിയാവ് മുഴുക്കെ. ഒരു കവിയുടെ ഭാഷയിൽ നോക്കൂ നിങ്ങൾ, തുബിഅത്തല കദിരിൻ വഅൻത തുരീദുഹാ സഫം മിനൽ അഖ്ദാഇ വൽ അഖ്ദാരീന. ഈ ദുനിയാവ് എന്താണ്? മാലിന്യങ്ങളാൽ കൊണ്ടാണ്, മാലിന്യങ്ങൾ നിറഞ്ഞതാണ് ഈ ദുനിയാവ്. നമ്മൾ വിചാരിക്കും അത് മാലിന്യങ്ങളിൽ നിന്നും കളങ്കങ്ങളിൽ നിന്നൊക്കെ മുക്തമായതാണ് ദുനിയാവെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, മാലിന്യങ്ങളാണ്, പ്രയാസങ്ങളാണ് ദുനിയാവ്. അതുകൊണ്ട് ഒരു ബുദ്ധിമാൻ എന്ത് ചെയ്യണം സഹോദരന്മാര്? ഇവിടെ നേരിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ദുനിയാവിൽ, നേരിയ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാലേ എന്തുണ്ടാവുള്ളൂ? നാളെ പരലോകത്ത് വെക്കുമ്പോൾ ആ സ്വർഗമാകുന്ന ആ അനുഭൂതി ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ആലോചിച്ചു, എന്തിനാ ദുനിയാവിൽ മനുഷ്യന്മാർ മയക്കുമരുന്നുകളും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നത്? താൽക്കാലികമായ ഒരു ആസ്വാദനം ലഭിക്കാനാണ്. ഈ താൽക്കാലികമായ ആസ്വാദനത്തിന് ശേഷം വരാൻ പോകുന്നത് എന്താ? മാരകമായ, ഏറ്റവും പ്രയാസകരമായ രോഗങ്ങൾ ദുനിയാവിൽ, അതിനപ്പുറം പരലോകത്ത് നരകവുമാണ്. ആലോചിക്കൂ സഹോദരന്മാരെ. അപ്പൊ നമ്മൾ ഇവിടെ പ്രയാസം അനുഭവിച്ചാൽ, തൽക്കാലം നമ്മൾ സഹിച്ചാൽ, നമുക്ക് വരാൻ പോകുന്നത് ഭാവിയിൽ ഖൈറാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയല്ലാതെ ഈ ലോകത്തിലെ ഈ ദുനിയാവിലെ സുഖങ്ങളും ഒക്കെ പ്രയാസങ്ങളും അതേപോലെ സൗകര്യങ്ങളും ഒക്കെ താൽക്കാലികമാണ് സഹോദരന്മാരെ, ക്ഷണികമാണ്. ഈ ലോകത്ത് കഷ്ടപ്പാടുകളിലില്ലാതെ ആരെങ്കിലും ഈ ദുനിയാവിൽ അവരുടെ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലാക്കി, ആദം നബി അല്ലാഹു അവിടുന്ന് പുറത്താക്കി. പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആ നരകത്തിൽ പിന്നെ തീയിൽ കൊണ്ടുപോയിടുകയാണ് എതിരാളികൾ. അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഒരു മകനെയാണത്. മഹാനായ യാക്കൂബ്, വന്ധ്യനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം
തന്റെ മകനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ചെറുപ്പക്കാരനായ ചോര തുടിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോരാടെ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും, സുലൈമാൻ, ദാവൂദ്, മുഹമ്മദ് നബി അലൈഹിസ്സലാം, ഇവരൊക്കെ അള്ളാഹു വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പട്ടിണി കൊണ്ടും പ്രാരാബ്ധങ്ങളെ കൊണ്ടും തന്റെ കുടുംബക്കാരുടെ കൊണ്ടും പരീക്ഷണം കൊണ്ടും അതിന് വിധേയനായ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കഷ്ടപ്പാടുണ്ടാകും സഹോദരന്മാരെ ദുനിയാവിൽ. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതില്ലാതെ ദുനിയാവിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിരപ്പട അയക്കുകയാണ്, നജിദിന്റെ ഭാഗത്തേക്ക് അയക്കുകയാണ്. ആ കുതിരപ്പടയാളികൾ, ആ സൈന്യം അവിടെയുള്ള നജിദിലെ യമാമ ബനു അനീഫ എന്ന് പറഞ്ഞ ഗോത്രത്തിലെ ഒരു പ്രമുഖനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തെ മദീന പള്ളിയിലൂടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിൽ ബന്ധനാസ്ഥനാക്കി. ആ നേതാവിന്റെ പേര് സുമാമ എന്നാണ്. അപ്പൊ എതിരാളിയായ സുമാമയെ പിടിച്ചുകൊണ്ടെന്ന് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് പോയി നോക്കി. എന്താ സുമാമാന്റെ വർത്താനം? നല്ലത് നബിയെ. രണ്ടാമത്തെ ദിവസം പോയി നോക്കി, നല്ലത് നബിയെ. മൂന്നാമത്തെ ദിവസവും നോക്കി, നല്ലത് നബിയെ. ഓരോ പ്രാവശ്യം ആ സുമാമ നബിയോട് പറയാണ്, താങ്കൾ കൊല ചെയ്യുകയാണെങ്കിൽ പിന്നെ രക്തരൂക്ഷിതമായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കൊല്ലുന്നത്. ഇനി നിങ്ങൾ കാരുണ്യം ചെയ്യുകയാണെങ്കിൽ നന്ദി ചെയ്യുന്ന ഒരു മനുഷ്യനോടാണ് നിങ്ങൾ കാരുണ്യം ചെയ്യുന്നത്. അതല്ല നബിയെ, താങ്കൾക്ക് സമ്പത്താണ് ആവശ്യമെങ്കിൽ ആ സമ്പത്ത് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പ്രവാചകനോട് 3 ദിവസവും ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എതിരാളിയായ ആ ശത്രുവായ മനുഷ്യനെ, ആ മദീന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ട് ബന്ധനസ്ഥനാക്കിയ മനുഷ്യനെ നിങ്ങൾ അയച്ചുവിടൂ. അങ്ങനെ അയച്ചുവിട്ടു. അയാൾ പള്ളിയുടെ അടുത്ത് പോയി കുളിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമായി. എന്നിട്ട് പറയാണ് നബിയോട്, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക ഫഖദ് അസ്ബഹ വജ്ഹുക ഹബ്ബൽ വുജൂഹി കുല്ലിഹാ ഇലയ്ക. അല്ലാഹ് മുഹമ്മദേ, ഈ ഭൂമുഖത്ത് എനിക്ക് ഏറ്റവും വിമിഷ്ടമായ, വെറുപ്പുള്ള ഏറ്റവും വലിയ മുഖം താങ്കളുടെ മുഖമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം താങ്കളുടെ മുഖമാണ് നബിയെ. ഈ ഭൂമുഖത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം താങ്കളുടെ ഇസ്ലാം മതമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ആ ഇസ്ലാം മതമാണ് നബിയെ. ഈ ഭൂമുഖത്ത് ഏറ്റവും എനിക്ക് വെറുപ്പുള്ള രാജ്യം ഈ മക്ക രാജ്യം, മദീന രാജ്യമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഈ ഹറമൈനാണ് നബിയെ എന്ന് ആ മനുഷ്യൻ പറയാണ്. സഹോദരൻ, ഇതാണ് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കായികയാണ് സഹോദരൻ. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും, ഇതിലൂടെ ഇങ്ങനെ കടന്നു. അതൊക്കെ നാളെ ഖൈറിനാണ് എന്ന് ഉറച്ച വിശ്വാസത്തോട്, അള്ളാഹ് അനീതി ചെയ്യണോന്നല്ല, വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരാളോടും അള്ളാഹു അനീതിയില്ല. നമ്മുടെ വിശ്വാസമാണ് ശരിയാക്കേണ്ടത്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ദൈവികമായ ആ നീതി, അത് പ്രകടമാകുന്ന ഒരുപാട് രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്തിലെ വിധികളൊക്കെ എടുത്തു നോക്കിയാലും, കൈമുറിക്കുന്നതാവട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് ഹുക്മുകളാണല്ലോ, എറിഞ്ഞു കൊല്ലേണ്ടത്, അതേപോലെ ഒരുപാട് ശിക്ഷാവിധികളുണ്ട്. അതൊക്കെ അവിടെയൊക്കെ ശരിയായ രീതി നമുക്ക് കാണാൻ സാധിക്കും. എതിരാളികളോട് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം എന്താ? വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂന. അല്ലേ? എതിരാളികളോട് പോലും അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരോട് പോലും നീതി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാത്തൊരു കാര്യത്തിന് ഒരിക്കലും നമ്മൾ ശിക്ഷിക്കില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തും നമുക്ക് എത്തിയതിന് ശേഷമേ
അത് മനസ്സിലാക്കിയിട്ടൊന്നാമത് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുക. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം പോലും അല്ലാഹു അനീതി പ്രവർത്തിക്കില്ല. വ ഇൻ തകു ഹസനതൻ യുളാഇഫുഹാ വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അദീമ. നമ്മളൊരു നന്മ ചെയ്താൽ അതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. പിന്നെ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം നമുക്കുണ്ട്. ഈ ഒരു വിശ്വാസം വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ. ഇസ്ലാമിന്റെ ഒരു ഖായിദയാണിത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണ്ട നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലടിയും നാം മുന്നോട്ട് ഇത്തരം വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സംഘടനാ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗിയായി ICUലൊക്കെ കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അവരുടെ രോഗം നീ ശിഫ നൽകണേ അള്ളാഹുവെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا ارفع عنا البلاء والوباء والضراء والبأساء وأدم علينا النعم وادفع عنا النقم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم وفق أميرنا وولي عهده لما تحب وترضى وخذ بنواصيها للبر والتقوى واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. الله أكبر.